അടുത്ത നമുക്ക് ഈ ഒരു പ്രോഗ്രാം നോക്കി നോക്കാം. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് വരിക, ഇതൊരു നമ്മളൊരു സ്വിച്ചിന്റെ പ്രോഗ്രാമാണ് നോക്കുന്നത്. ഇതിൽ ആദ്യം ഓപ്ഷൻ എന്നിട്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ആക്കി ആ വേരിയബിളിൽ 25 കൊണ്ട് അസൈൻ ചെയ്തു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ആദ്യം ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ആക്കി ആ വേരിയബിളിലേക്ക് 25 എന്നിട്ട് അസൈൻ ചെയ്തു. അതിനുശേഷം സ്വിച്ച് ഓഫ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷന്റെ വാല്യൂ എത്രയാണ് 25. ഇപ്പൊ ഇവിടെ എന്താണ് ശരിക്കും മീനിങ് എന്ന് പറയുന്നത്, സ്വിച്ച് ഓഫ് 25. അപ്പൊ കേസ് ലേബിൾ 25 ഉള്ള വാല്യൂ പ്രിന്റ് ആവും. കേസ് 10+15 കേസ് 20 അങ്ങനെ രണ്ടെണ്ണമാണ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്താണ് കൊടുത്തുള്ളത്, കേസ് 10+50 എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആണ് 10+50. അപ്പൊ നമ്മുടെ സി പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ വരികയാണെങ്കിൽ ഈ 10+50 എന്നുള്ളത് കമ്പയർ ടൈമിൽ ആഡ് ചെയ്യും. നമ്മൾ കമ്പയർ ചെയ്യുന്ന ടൈമിൽ 10ഉം 15 കൂടി ആഡ് ചെയ്യും. അപ്പൊ 25 ആയിരിക്കും വരിക. അപ്പൊ അതിന്റെ അകത്ത് എന്താണ് വരിക, കേസ് ഓഫ് 25 എന്ന് വരിക. അപ്പൊ നമ്മുടെ സ്വിച്ചിന്റെ ഓപ്ഷന്റെ അകത്തുള്ളത് 25 തന്നെ ആയിരിക്കും. അപ്പൊ ഇതിനോട് സാമ്യമുണ്ട്, സ്വിച്ച് ഓഫ് 25. ഇത് കമ്പയർ ടൈമിൽ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും സി പ്രോഗ്രാം. അപ്പൊ കമ്പയർ ടൈമിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേസ് ഓഫ് 25 ആയിരിക്കും വരിക. അപ്പൊ കേസ് ഓഫ് 25 ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക, പ്രിന്റ് ഓഫ് 10. അതായത് 10 ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് വരിക. 10 പ്രിന്റ് ചെയ്യും. നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് റൺ ചെയ്യുക. cc mcq.set.c അതിനുശേഷം ആ a.out റൺ ചെയ്യുക. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് 10 കിട്ടി. ഇനി ഇതേ പ്രോഗ്രാമിൽ ഞാൻ ജസ്റ്റ് ഇവിടെ 20ക്ക് പകരം ജസ്റ്റ് 25 ആഡ് ചെയ്തിരിക്കുക. 20ക്ക് പകരം 25 ആഡ് ചെയ്തിരിക്കുക. അപ്പൊ എന്താ ഔട്ട്പുട്ട് കിട്ടുക, അപ്പൊ നമുക്ക് കമ്പൈലർ എറർ കിട്ടുക. കാരണം ഇവിടെ കേസ് 25 എന്ന് വരും. ഇത് കമ്പൈൽ ടൈമിൽ 10ഉം 15 ആഡ് ചെയ്ത കേസ് 25 എന്നാണ് കിട്ടുക. ഇതും കേസ് 25. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എററാണ് കിട്ടുക. കേസ് ലേബൽ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാൻ പാടില്ല. കേസ് ലേബൽ ഷുഡ് ബി യൂണിക്. മൾട്ടിപ്പിൾ വാല്യൂസ് ആർ നോട്ട് അലൗഡ് ഇൻ കേസ് ലേബൽ. അതായത് 2 തവണ നമുക്ക് കേസ് ലേബൽ ഒരേ വാല്യൂ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് റൺ ചെയ്യുമ്പോൾ എറർ ആയിരിക്കും കിട്ടുക. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുക. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് gcc അല്ലെങ്കിൽ cc അടിച്ചാലും മതി. gcc mcq set.c അതായത് ഫയൽ നെയിം. എറർ കിട്ടി. കേസ് 25 ഡ്യൂപ്ലിക്കേറ്റ് കേസ് വരും. നമ്മൾ കേസ് 25 രണ്ട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ട, കേസ് 10+25 ഇതും 10+15 ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കേസ് 25 കിട്ടും. ഇതും കേസ് 25. അപ്പൊ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേസ് വാല്യൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എറർ കിട്ടും. അതാണ് ഈ പ്രോഗ്രാമിലുള്ള വ്യത്യാസം. നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നോക്കി നോക്കാം. ഇതാണ് പ്രോഗ്രാമിൽ എന്താണ്, ആദ്യം ഓപ്ഷൻ പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി. ഓപ്ഷൻ പറഞ്ഞിട്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ആക്കി. ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ. ആ വേരിയബിളിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഫ്ലോട്ട് വേരിയബിൾ ആണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ 2.5 3.6 അങ്ങനെയുള്ള വേരിയബിൾ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ വേരിയബിളിൽ നമ്മൾ 25 ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഓപ്ഷൻ വേരിയബിൾ 25 ആണ് സ്റ്റോർ ചെയ്യുന്നത്. സ്വിച്ചിന്റെ അകത്ത് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ സ്വിച്ചിന്റെ അകത്ത് സാധാരണ രീതിയിലല്ല കൊടുക്കുന്നത്. സ്വിച്ചിന്റെ അകത്ത് നമ്മൾ ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ബ്രാക്കറ്റ് ഇന്റ്, അതായത് ഈ ഓപ്ഷൻ എന്ന വേരിയബിൾ വാല്യൂ എന്നാണ്. പക്ഷെ ഇവിടെ കൊടുക്കുമ്പോൾ അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് ഇന്റിജറിലേക്ക് മാറ്റും. അപ്പൊ ഇവിടെ 25 ആയതുകൊണ്ട് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ 25 വരെ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് 25.6 ആണെങ്കിൽ ഈ പോയിന്റിന് ശേഷമുള്ള 6 അത് കളയും. അതിനുശേഷം ബാക്കിയുള്ള വാല്യൂ 25 മാത്രമായിരിക്കും ഇവിടെ സ്റ്റോർ ആവുക. അപ്പൊ ഇപ്പൊ ഇവിടെ എന്താണുള്ളത്, ഓൾറെഡി ഓപ്ഷൻ വേരിയബിൾ നമ്മൾ 25 ആണ്. പിന്നെ ഇവിടെ ഇന്റിജറിക്ക് ആക്കിയാലും അത് 25 ആയിരിക്കും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് സ്വിച്ച് ഓഫ് 25 എന്നായിരിക്കും. ഇനി സ്വിച്ചിന്റെ അകത്ത് കേസ് ലേബൽ 25 ഉള്ളത് ചെക്ക് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ട ഫ്ലോട്ട് വാല്യൂ യൂസ് ചെയ്തിട്ടുണ്ട്. കേസ് ലേബൽ ഷുഡ് ബി യൂണിക്. കേസ് ലേബൽ ഹാസ് ടു ബി ഇന്റഗ്രൽ, കോൺസ്റ്റന്റ് ഓർ ഇനം. അതായത് 2 3 അങ്ങനെയുള്ള വാല്യൂസ് മാത്രമേ കേസ് ലേബൽ ആയിട്ട് പരിഗണിക്കുള്ളൂ. ഫ്ലോട്ട് വാല്യൂ അലൗഡ് അല്ല. അതായത് റിയൽ കോൺസ്റ്റന്റ്സ് ആർ നോട്ട് അലൗഡ്. 2.5 4.7 7.8 അതേപോലെ 10.0 അതും അലൗഡ് അല്ല. അപ്പൊ ഈ ഒരു ലൈനിൽ നമുക്ക് എറർ കിട്ടും. കമ്പൈലർ എറർ ആണ് കിട്ടുക. അപ്പൊ ഈ പ്രോഗ്രാം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. cc mcq set.c കണ്ട എറർ കിട്ടി. കേസ് ലേബിൽ നമ്മൾ എന്താ കൊടുത്തുള്ളത്, 10.0 ആണ് കൊടുത്തുള്ളത്. കേസ് ലേബൽ ഡസ് നോട്ട് റെഡ്യൂസ് ടു എൻ ഇന്റിജർ കോൺസ്റ്റന്റ്. അങ്ങനെ ഒരു ഫ്ലോട്ട് വരെ നമുക്ക് പറ്റില്ല. അതിനുള്ള എറർ ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ 10.0 മാറ്റി 10 കൊടുക്കുകയാണെങ്കിൽ ആ എറർ മാറി കിട്ടും. ഞാൻ അതേ പ്രോഗ്രാമിൽ ആ 10.0 മാറ്റിയിട്ട് അവിടെ ജസ്റ്റ് 10 കൊടുക്കുകയാണ്. ജസ്റ്റ് 10 കൊടുത്താൽ ആ ഫ്ലോട്ട് വാല്യൂ മാറി. ഇനി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താ വരിക, 25 ഉള്ള ചെക്ക് ചെയ്യും. കേസ് 25 ചെക്ക് ചെയ്യും. പ്രിന്റ് എഫ്
ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഈ സ്റ്റേറ്റ് പ്രിന്റ് എഫിന്റെ അകത്ത് എന്താണുള്ളത് 20 എന്നാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക 20 എന്നായിരിക്കും കിട്ടുക. CC MCQ set.c 20 ആണ് അതിന്റെ ആൻസർ ഇപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കി നോക്കാം. ഈ പ്രോബ്ലത്തിൽ ഞാൻ മാറ്റം വരുത്തിയിട്ടുള്ളത് സെയിം പ്രോബ്ലത്തിൽ ഫ്ലോട്ട് ഓപ്ഷൻ ഈസ് ഈക്വൽ ടു 10.6 ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ. കേസ് 10 ഇവിടെ കേസ് 25 പകരം കേസ് 11 ആക്കി. ആ പ്രോബ്ലത്തിൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? ആദ്യം നമ്മൾ ഓപ്ഷൻ പറഞ്ഞിട്ട് ഫ്ലോട്ട് വേരിയബിൾ ആണ് ക്രിയേറ്റ് ആക്കിയിട്ടുള്ളത്. ഓപ്ഷൻ പറഞ്ഞിട്ടുള്ള വേരിയബിൾ അത് ഫ്ലോട്ട് വാല്യൂ ഉണ്ടാകും. ഫ്ലോട്ട് ഓപ്ഷൻ ഫ്ലോട്ട് ഓപ്ഷൻ വേരിയബിൾ എന്താ ക്രിയേറ്റ് ആയിട്ടുള്ളത് 10.6. അതിനുശേഷം ഇവിടെ ടൈപ്പ് കാസ്റ്റ് ആണ്. ഈ ഒരു മീനിങ് ഇൻറ്റ് ഓപ്ഷൻ ഇൻറ്റ്, അതായത് ഇൻറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് സ്റ്റോർ ആവുക ഈ 10.6ത്തെ 10 മാത്രമേ സ്റ്റോർ ആവുള്ളൂ. ഈ 0.6 എന്ന വാല്യൂ കളയും. അതായത് ഇൻറ്റിജർ, ഫ്ലോട്ട്, ഇൻറ്റ്, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റ് ഓപ്ഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ 10.6 എന്ന് കൊണ്ട് ഇവിടെ സ്റ്റോർ ചെയ്യുമ്പോൾ 10.6ത്തെ 0.6 മാറിയിട്ട് 10 മാത്രമേ സ്റ്റോർ ആവുള്ളൂ. ഇതിന്റെ അകത്ത് എന്താ വരിക സ്വിച്ച് ഓഫ് 10 എന്നാണ് വരിക. ഈ സ്വിച്ച് ഓഫ് 10 എന്ന് പറഞ്ഞാൽ കേസ് ലേബിൾ 10 ആയിട്ടുള്ളത് എത്രയാണ് കേസ് 10. അപ്പൊ കേസ് 10ന്റെ അകത്തുള്ള ഈ ഒരു പ്രിന്റ് എഫ് ആണ് പ്രിന്റ് ആവുക. കേസ് 10 വിൽ പ്രിന്റ്, കേസ് 11 പ്രിന്റ് ആവില്ല. കേസ് 10 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വിച്ചിന്റെ അകത്ത് നിന്ന് പുറത്തോട്ട് പോകും. ഇതിന്റെ അകത്ത് വരെ സ്റ്റേറ്റ് പ്രിന്റ് ചെയ്യാണ്ടില്ല, പിന്നെ റിട്ടേൺ 0 മാത്രമല്ല. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക കേസ് 10 വിൽ പ്രിന്റ് ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് വരിക. ഇതിൽ എറർ ഒന്നും വരില്ല, കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്യുക, അതിനുശേഷം കമ്പൈൽ ചെയ്യുക, GCC അല്ലെങ്കിൽ CC ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഫയൽ നെയിം അടിക്കുക, കമ്പൈൽ ചെയ്യുക. എറർ ഉണ്ടെങ്കിൽ എറർ മെസ്സേജ് വരും. ഇപ്പൊ എറർ ഒന്നുമില്ല. അപ്പൊ ഔട്ട്പുട്ട് മെസ്സേജ് ഔട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്രിയേറ്റ് ആയിട്ടിരിക്കുക. ക്രിയേറ്റ് ആയിട്ടൊന്നും ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ LS ടൈപ്പ് ചെയ്താൽ മതി. LS ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട out പറഞ്ഞിട്ടുള്ള ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിന് ജസ്റ്റ് റൺ ചെയ്യണമെങ്കിൽ // അടിക്കുക, out ജസ്റ്റ് അടിക്കുക. കേസ് 10 വിൽ പ്രിന്റ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്താ 10 ആണ് അതിൽ പ്രിന്റ് ആവുന്നത്. 10.6ത്തെ 0.6 നമ്മൾ ഇന്റിജർ ആയിട്ട് ആ വാല്യൂവിന് ടൈപ്പ് കാസ്റ്റ് ചെയ്തപ്പോൾ പോയി. അതായത് ഇവിടെ ഇൻറ്റ് ഓപ്ഷൻ പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്തപ്പോൾ ഈ 10.6ത്തെ 10 മാത്രമാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. 0.6 നമ്മൾ സ്റ്റോർ ആക്കില്ല. നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നോക്കി നോക്കാം. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? അപ്പൊ ആ പ്രോഗ്രാമിൽ എന്താണ് വ്യത്യാസം? ആദ്യം നം പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി. നം പറഞ്ഞിട്ടുള്ള വേരിയബിൾ, ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത് -1 ആണ്. അതിനുശേഷം if of പ്ലസ് നം, ഇത് പ്രീ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. പ്രീ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ പറഞ്ഞാൽ ആദ്യം നം എന്ന വേരിയബിളിൽ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതിനോട് 1 ആഡ് ആവും. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഡിക്രിമെന്റ് ഓപ്പറേറ്ററിന്റെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അവിടെ ആദ്യം നം എന്ന വേരിയബിൾ എവിടെയാണുള്ളത് അത് ആദ്യം അപ്ഡേറ്റ് ആവും. 1 കുറയാണ് ചെയ്യുക, ഇവിടെ 1 കൂടുകയാണ് ചെയ്യുക. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. ഈ ഓപ്പറേറ്റർ എന്താ പ്രീ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ് ഇത്. അപ്പൊ ആദ്യം നം എന്ന വാല്യൂ എവിടെയാണുള്ളത് അവിടെ പോയിട്ട് നം അപ്ഡേറ്റ് ആവും. -1 + 1 -1നോട് 1 ആഡ് ആയി കഴിഞ്ഞാൽ 0 ആവും. അപ്പൊ ഇപ്പൊ ഉള്ള വാല്യൂ നമ്മന്റെ വാല്യൂ എന്താണ് 0 ആണ്. ഈ ഒരു വാല്യൂ ആണ് നമ്മുടെ ഈഫിന്റെ അകത്ത് ചെക്ക് ചെയ്യുക. അപ്പൊ ഈഫിന്റെ അകത്ത് ചെക്ക് ചെയ്യുന്ന വാല്യൂ 0 ആണ്. നമ്മന്റെ അവിടെ എന്താണ് വാല്യൂ അപ്ഡേറ്റ് ആയി 0 ആയി. ഇതിൽ ആദ്യം നടക്കുന്ന ഇത് നം അപ്ഡേറ്റ് ആവണം. അപ്ഡേറ്റ് ആയ വാല്യൂ ആണ് ആ എക്സ്പ്രഷനിൽ യൂസ് ചെയ്യുക. if of 0. അപ്പൊ ഇവിടെ എന്താണ് ചെക്ക് ചെയ്യുക if of 0 ആണ് ചെക്ക് ചെയ്യുക. ആദ്യം നമ്മ ഉള്ളത് -1 എന്നായിരുന്നു, നമ്മളുള്ളത് -1 ആയിരുന്നു. ആ -1 അപ്ഡേറ്റ് ആയിട്ട് 0 ആയി. ആ 0 ആണ് ഈഫിന്റെ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുക. ഈഫിന്റെ അകത്ത് 0. ഈഫിന്റെ അകത്ത് 0 പറഞ്ഞാൽ ഫോൾസ് കേസ് ആണ്. ഈഫിന്റെ അകത്ത് കേസ് 0 ആണെങ്കിൽ ഫോൾസ് കേസ്. അപ്പൊ ഈഫിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവില്ല. എൽസ് പാർട്ടിലേക്ക് പോകും. എൽസിന്റെ അകത്ത് എന്താണ് എൽസ് പാർട്ട് വിൽ പ്രിന്റ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക എൽസ് പാർട്ട് വിൽ പ്രിന്റ് എന്നായിരിക്കും. പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്യുക, അതിനുശേഷം റൺ ചെയ്യുക. കണ്ട എൽസ് പാർട്ട് വിൽ പ്രിന്റ്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ വന്നത് എൽസ് പാർട്ട് വിൽ പ്രിന്റ് എന്നാണ് വന്നത്. ഇതേ പ്രോഗ്രാമിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒരു മാറ്റം വരുത്തിയിരിക്കും. ഈ പ്രീ ഇൻക്രിമെന്റിന് പകരം പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ് ചെയ്യുന്നതായിരിക്കും. ഇത് പ്രീ ഇൻക്രിമെന്റ് ആണ്, അതിന് പകരം പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇവിടെ എന്താ ചെയ്തുള്ളത് നം = -1. നമ്മിന്റെ അവിടെ ഉള്ളത് -1 ആണ്. അതായത് നം എന്ന വേരിയബിൾ ഉണ്ട്, അവിടെ -1 ആണുള്ളത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് നം പ്ലസ് ആണ്. ഇതിന് പറയുന്ന പേരാണ് പോസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. പോസ്റ്റ് ഇൻക്രിമെന്റ് പറഞ്ഞാൽ ആദ്യം നമ്മളുടെ വാല്യൂ അവിടെ കൊടുക്കും. അതായത് നമ്മന്റെ ഇപ്പോഴുള്ള വാല്യൂ എന്താണ് -1 ആണ്.
ഈഫിന്റെ അകത്തെ എക്സ്പ്രഷനിൽ നമ്മിന്റെ ഇപ്പോഴുള്ള വാല്യൂ അതായത് -1 ആണ് ചെക്ക് ചെയ്യുക. അപ്പൊ ഈഫ് ഓഫ് -1 ഈഫിന്റെ അകത്ത് ഉള്ള വാല്യൂ ഇപ്പൊ -1 ആണ്. ആ ഒരു ലൈനിന്റെ എക്സ്പ്രഷൻ അതായത് ഈഫിന്റെ അകത്ത് നമ്മൾ നമ്മിന്റെ ഇപ്പോഴുള്ള വാല്യൂ എത്ര -1 ചെക്ക് ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് ലൈനിലേക്ക് പോകുമ്പോ ഇവിടുത്തെ വാല്യൂ അപ്ഡേറ്റ് ആവും. അതായത് നമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ആയിട്ട് -1 അപ്ഡേറ്റ് ആയിട്ട് ഏത് വാല്യൂക്ക് ആവും -1 + 1 = 0. അപ്പൊ നമ്മിന്റെ വാല്യൂ എത്ര ഉണ്ടാവും 0 ആയിരിക്കും. പക്ഷെ ഈഫിന്റെ അകത്ത് ചെക്ക് ചെയ്യുന്നത് എന്തായിരിക്കും -1. ഈഫിന്റെ അകത്ത് ആദ്യം ചെക്ക് ചെയ്യുക നമ്മിന്റെ ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ അപ്ഡേറ്റ് ആവാനായിട്ട് മുമ്പുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ ചെക്ക് ചെയ്യുക. അതാണ് പോസ്റ്റ് ഇൻക്രിമെന്റ്. ഈഫിന്റെ അകത്ത് നെഗറ്റീവ് വാല്യൂ പറഞ്ഞാൽ ട്രൂ കേസ് ആണ്. ട്രൂ കേസ് എന്ന് പറഞ്ഞാൽ ഈഫിന്റെ അകത്ത് 0 അല്ലാത്ത ഏതൊരു വാല്യൂ വന്നാലും ട്രൂ കേസ് ആണ്. അപ്പൊ ട്രൂ കേസ് ആയതുകൊണ്ട് ഇതിന്റെ അകത്തേക്കാണ് പോവുക. അപ്പൊ ഈഫ് പാർട്ട് will പ്രിന്റ് ചെയ്യുന്നതായിരിക്കും വരിക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം CC ഫയൽ നെയിം അടിക്കുക, സേവ് ചെയ്യുക, കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് GCC അല്ലെങ്കിൽ CC. അതിനുശേഷം ഫയൽ നെയിം അടിക്കുക. ഇനി റൺ ചെയ്യണമെങ്കിൽ .a/@ അടിക്കുക. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ LS അടിക്കുക. LS അടിച്ച a.out പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അത് ജസ്റ്റ് റൺ ചെയ്യണമെങ്കിൽ ./a.out അടിക്കുക. അപ്പൊ കണ്ട ഈഫ് പാർട്ട് will print. ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്.